2011 സെപ്റ്റംബർ 30 വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് തിരിച്ചുള്ള യാത്രയിലുണ്ടായ വാഹനാപകടത്തിലാണ് സഖാവ് എ മജീദ് മരണപ്പെടുന്നത്. ബൈക്ക് അപകടം നടന്നയുടനെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ മജീദിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കാതെ വരികയാണുണ്ടായത്. മജീദിന് മുൻപും ശേഷവും സർവീസിലിരിക്കെ തന്നെ മരണപ്പെട്ട നിരവധി ജീവനക്കാരുണ്ട് കോഴിക്കോട് തപാൽ ഡിവിഷനിൽ. പക്ഷേ ഈ 9ാം വർഷത്തിലും ജീവനക്കാരുടെ മനസ്സിൽ തീരാവേദനയായി നിലകൊള്ളുകയാണ് മജീദിൻ്റെ വേർപാട്. ഓർമ്മകളിലെ മജീദ് നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും കടമകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. 2011 സഖാവ് മജീദ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. കേവലം 52 വർഷക്കാലത്തെ ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ രാഷ്ട്രീയ, ട്രേഡ് യൂണിയൻ, സാംസ്കാരിക, സംഘടനാ രംഗത്ത് തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് സഖാവ് മജീദ് വിട്ടുപിരിഞ്ഞു പോയത്. മജീദ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. മജീദ് ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു. 1959 മെയ് 1 കോഴിക്കോട് ജില്ലയിലെ ചെലവൂരിലെ അരീക്കൽ തറവാട്ടിലായിരുന്നു മജീദിൻ്റെ ജനനം. ഭാര്യ ഹസീന, 2 മക്കൾ അഖിലും ഹിമയും. JDT ഇസ്ലാം ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു മജീദിൻ്റെ ബിരുദ പഠനം. 1976-79 BSc ഗണിത വിദ്യാർത്ഥിയായിരുന്നു മജീദ്. ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും സജീവമായി പ്രവർത്തിച്ചു പോന്നു. നാടകത്തെ കൂടെ കൂട്ടിയതും ക്രിസ്ത്യൻ കോളേജിൽ നിന്നു തന്നെയായിരുന്നു. 1978 ക്രിസ്ത്യൻ കോളേജിൽ ഫൈൻ ആർട്സ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് സംഘാടകനായി അരങ്ങേറ്റം കുറിച്ച മജീദ് സർവീസിൽ കയറി 1 വർഷത്തിനുള്ളിൽ തന്നെ NFP-യുടെ ഡിവിഷണൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്പിത്തപാൽ വകുപ്പിൽ 1979 പ്രവേശിച്ചത് മുതൽക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ പൂർണ്ണമായും മുഴുകി സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുഴുവൻ സമയവും പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഖാവായിരുന്നു മജീദ്. സഖാവ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ SFIയിൽ കൂടെ ആണ് സംഘടനാ രംഗത്ത് വന്നിരുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 1979 ഒരു പോസ്റ്റൽ ക്ലാർക്കായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പോസ്റ്റ് ഓഫീസിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്കറിയാം സംഘടനാ നേതാവാണ്. അതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിലൊക്കെ വന്നിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അതിനുശേഷം വന്ന വർഷം തന്നെ അദ്ദേഹം നമ്മുടെ ഡിവിഷണൽ കൗൺസിലിലും അതുപോലെ തന്നെ പ്രവർത്തക സമിതിയിലും അംഗമാവുകയും അതിനെ തുടർന്ന് പടിപടിയായി ഉയർന്ന് സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി വരെയായിട്ടുള്ള പ്രവർത്തനം സഖാവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. റെയിൽവേയിലും ആകാശവാണിയിലും പാസ്പോർട്ട് ഓഫീസിലെയും ജീവനക്കാരെ കോഴിക്കോട് നഗരത്തിൽ സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരിൽ ഒരാൾ എ മജീദായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ജീവനക്കാർ മജീദിനെ സ്വന്തം നേതാവായി തന്നെ കണക്കാക്കി പോന്നത്. മജീദിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി എങ്ങനെ മുന്നോട്ട് കുതിക്കാം എന്ന ചിന്തയായിരുന്നില്ല മജീദിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. താൻ മുന്നിൽ നടക്കുമ്പോഴും തനിക്ക് പിറകെ നടന്നു വരുന്നവരെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് എത്തിക്കുകയും പ്രവർത്തന സജ്ജരാക്കുകയും ചെയ്യുന്നൊരു ശൈലി സഖാവ് മജീദിനുണ്ടായിരുന്നു. ഒരു പക്ഷേ മൂല്യബോധവും മാനവികതയുമൊക്കെ അതിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി സഖാവ് മജീദിൽ നിന്ന് നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് സാധാരണ പറയാറുള്ളത് പോലെ ഒരു മുതിർന്ന പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ശിഷ്യനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയും ഞങ്ങളുടെയൊക്കെ ഗുരുവായി മാറുകയും എല്ലാ കാര്യത്തിലും അദ്ദേഹം ഞങ്ങളുടെ ഒരു ഗുരുവായി മാറുകയും തുടർന്ന് ഞങ്ങളെക്കാളൊക്കെ മുൻപേ തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത വളരെ
എന്താ പറയുക പ്രിയപ്പെട്ടൊരു സഖാവായിരുന്നു മജീദ് എന്ന് എപ്പോഴും ഞങ്ങൾ ഓർക്കാറുള്ളതാണ്. തപാലധികാരികൾ സ്പീഡ് പോസ്റ്റ് അഖിലേന്ത്യാ വ്യാപകമായി സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുകയും ആദ്യഘട്ട പരീക്ഷണം കോഴിക്കോട് നടത്താൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ പുറം കരാർ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി മജീദിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ഉണ്ടായത്. 1982 നിസ്സഹകരണ സമരം പോസ്റ്റ് PND പ്രസ്ഥാനം നടത്തിയിട്ടുള്ള 16 ദിവസം നീണ്ടുനിന്ന നിസ്സഹകരണ സമരം, 1984 ED ജീവനക്കാർക്ക് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള അഖിലേന്ത്യാ സമരം, ഏറ്റവും ഒടുവിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നടന്ന സ്പീഡ് പോസ്റ്റ് സമരം. സ്പീഡ് പോസ്റ്റ് സമരം മജീദ് തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉടനെ തീരുമാനിക്കുന്നൊരു ഘട്ടമായിരുന്നു. സ്പീഡ് പോസ്റ്റ് പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന സമയത്ത് ആ ഒരു നിമിഷത്തിൽ ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്, സഖാവ് മജീദ് തന്നെയാണ് പറഞ്ഞത് പണിമുടക്കല്ലാതെ മാർഗമില്ല. അപ്പം തന്നെ ഞങ്ങൾ താഴെ വെച്ചിട്ടുള്ള ഒരു പണിമുടക്കാണ് നടത്തിയിട്ടുള്ളത്. അത് കുറേ ദിവസങ്ങൾ നമ്മൾ നീണ്ടു നിന്നു. പക്ഷെ അതിൻ്റെ അനന്തരഫലം ആ സമയത്ത് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് സ്പീഡ് പോസ്റ്റ് സ്വകാര്യവൽക്കരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ വിശാലമായ റിക്രിയേഷൻ ക്ലബ്ബ് ഹാൾ പിടിച്ചടക്കാൻ ഉന്നത സ്ഥാനങ്ങളിലിരുന്ന് അധികാരികൾ ശ്രമിച്ചപ്പോഴെല്ലാം കടുത്ത പ്രതിരോധമുയർത്താനും PRCയെ സംരക്ഷിക്കാൻ NFPക്ക് കഴിഞ്ഞത് മജീദിൻ്റെ നേതൃപാടവം കൊണ്ടുകൂടിയായിരുന്നു. സഹപ്രവർത്തകരോടുള്ള സ്നേഹപൂർണമായ പെരുമാറ്റം, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വം, ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് വളരെ പ്രിയങ്കരനാക്കി മാറ്റുകയുണ്ടായി. പോരാട്ടങ്ങളുടെ രംഗത്തൊക്കെ തന്നെ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു. മജീദിനെയല്ല, മജീദിൻ്റെ സഹോദരൻ കാർട്ടൂണിസ്റ്റ് A. ഹമീദിനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടിരുന്നത്. ഹമീദുമായും എല്ലാ കാലവും എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി, സഹോദരനായി മാറിയത് മജീദാണ്. ഏതാൾക്കൂട്ടത്തിലും 6 അടിയിലധികം ഉയരവുമായി ചിരിക്കുന്ന മുഖവുമായി മജീദിൻ്റെ സാന്നിധ്യം എന്നെ വളരെയധികം അദ്ദേഹവുമായി അടുപ്പിച്ചു. കോഴിക്കോട്ട് മറ്റു പല പ്രവർത്തകരെയും പോലെ ട്രേഡ് യൂണിയൻ രംഗത്താണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെങ്കിലും, രാഷ്ട്രീയ മണ്ഡലത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും അവർ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരുമായിരുന്നു. AK രമേശിനെ പോലെ A. മജീദും ഏറ്റവും പ്രമുഖനായ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയോ നഗരത്തിൽ നടക്കുന്ന മറ്റേത് സാംസ്കാരിക പരിപാടികളുടെയോ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായി അവിടെ എത്തിയതു മുതൽ പിരിഞ്ഞു വരുന്നതുവരെ ഒപ്പമുണ്ടാകും എന്നുറപ്പുള്ള ഒരാളായി മജീദ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമായി ദീർഘകാലമുണ്ടായിരുന്ന ആളാണ്. ചിത്രകാരൻ, കവി, നാടകപ്രവർത്തകൻ എന്നീ നിലകളിൽ സർഗാത്മകതയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനത്തിൽ മജീദ് തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചത്. നാടകരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന മജീദ് PM താജുമായും KT മുഹമ്മദുമായും അടുത്ത സൗഹൃദമായിരുന്നു പുലർത്തിയിരുന്നത്. PM താജിൻ്റെ നാടകങ്ങളുടെ അരങ്ങൊരുക്കത്തിന് വേദിയായതാവട്ടെ കമ്പിത്തപ്പാൽ യൂണിയനുകളുടെ ആസ്ഥാന മന്ദിരമായ KG ബോസ് മന്ദിരത്തിലെ ഹാളുകളുമായിരുന്നു. KG ബോസ് മന്ദിരത്തിൽ മജീദായിരുന്നു എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. താജിനും മജീദിനും ഒപ്പമുണ്ടായിരുന്നതാവട്ടെ നിലവിൽ ബാലുശ്ശേരി മണ്ഡലത്തിലെ MLA കൂടിയായ പുരുഷൻ കടലുണ്ടിയടക്കമുള്ള കോഴിക്കോട്ടെ പ്രഗത്ഭരായ നാടകപ്രവർത്തകരും. 1978 KR മോഹൻദാസ് സംവിധാനം ചെയ്ത കനലാട്ടം എന്ന നാടകത്തിലായിരുന്നു നടനായുള്ള മജീദിൻ്റെ അരങ്ങേറ്റം. താജിൻ്റെ നാടക സംരംഭങ്ങൾക്കും താജ് അനുസ്മരണം, KT അനുസ്മരണം എന്നു തുടങ്ങി പുക്കാസ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കെല്ലാം ഫണ്ട് സ്വരൂപിക്കാൻ മജീദ് മുൻനിരയിൽ തന്നെയുണ്ടാവുമായിരുന്നു. മജീദ് താജിൻ്റെ കൂടെയാണ് ഞാൻ ബന്ധപ്പെടുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 80കളിൽ അന്ന് താജിൻ്റെ നാടകങ്ങൾ ചെയ്യുന്ന സ്ഥലത്തെല്ലാം മജീദ് ഉണ്ടായിരുന്നു. മജീദിൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. മജീദ് എല്ലാമായിട്ട് അതിലുണ്ടായിരുന്നു. ആ നാടകങ്ങളിലെല്ലാം നടനായിട്ടും സംഘാടകനായിട്ടുമെല്ലാം. തുടർന്ന്
പല തെരുവുനാടങ്ങളിലും പുകാസിൻ്റെതും നാടകങ്ങളിലുമൊക്കെ മജീദിന്റെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. എനിക്കതൊരു പ്രചോദനവുമായിരുന്നു. അവൻ ഇന്ന് അവനില്ല, നമ്മളെ വിട്ടുപോയി. ഒരു ദുരന്തം അപ്രതീക്ഷിതമായി അവനില്ലാതാക്കി. എന്നാലും അവൻ്റെ ഓർമ്മകൾ നമ്മുടെ കൂടെയുണ്ട്. കേളുവേട്ടൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആരംഭിച്ചതു മുതൽ തൻ്റെ മരണം വരെ എല്ലാ പ്രവർത്തനത്തിലും, പ്രത്യേകിച്ച് പഠനരംഗത്ത് മജീദ് സജീവമായ പങ്കുവഹിച്ചിരുന്നു. കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ഫിലിം ഫെസ്റ്റിവലുകളുടെ സംഘാടക സമിതിയിലും സ്ഥിര സാന്നിധ്യമായിരുന്നു മജീദ്. ഏത് സങ്കീർണമായ വിഷയവും ജീവനക്കാരോട് ലളിതമായി വിവരിക്കാൻ മജീദിനുള്ള കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്. മുദ്രാവാക്യം എഴുതിയും മുഴക്കിയും പോസ്റ്ററുകൾ നിർമ്മിച്ചും പ്രഭാഷകനായും തിളങ്ങി നിന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും മനുഷ്യസ്നേഹിയുമായിരുന്നു സഖാവ് എ മജീദ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കേരള സർക്കിളിൻ്റെ മുഖപത്രമായ കേരള പോസ്റ്റിൻ്റെ പ്രസിദ്ധീകരണത്തിന് വർഷങ്ങളോളം ചുക്കാൻ പിടിച്ചത് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായ എ മജീദ് തന്നെയായിരുന്നു. കോഴിക്കോട് നടന്ന, എനിക്ക് തോന്നുന്ന ഒരു 1.5 പതിറ്റാണ്ട് കാലത്ത് കോഴിക്കോട്ടെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചത് അദ്ദേഹം നടത്തിയ പോസ്റ്റർ പ്രദർശനങ്ങളിലൂടെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായത് കോഴിക്കോട് നടന്ന CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. അതൊരു വലിയ സമ്മേളനം എന്നതിലുപരി അതിൻ്റെ പ്രദർശനം എനിക്ക് തോന്നുന്നത് CPIM-ൻ്റെ പാർട്ടി ചരിത്രമാണ് അന്ന് അത് തീമായിട്ടുണ്ടായിരുന്നത്. 1991 കോഴിക്കോട് വെച്ച് നടന്ന CPM സമ്മേളനത്തിലെ എക്സിബിഷൻ്റെ ചുമതല മജീദിലായിരുന്നു പ്രധാനമായും ഏൽപ്പിക്കപ്പെട്ടത്. തുടർന്നങ്ങോട്ട് കോഴിക്കോട്ട് വെച്ച് നടന്ന മിക്കവാറും ട്രേഡ് യൂണിയൻ സമ്മേളനങ്ങളിൽ ചരിത്ര പ്രദർശനം നടത്തുകയെന്ന വെല്ലുവിളി മജീദിലേക്ക് താനെ വന്നു ചേർന്നു. RMS അഖിലേന്ത്യാ സമ്മേളനം, LIC സമ്മേളനം, കൽപ്പറ്റ വെച്ചു നടന്ന NFPE സംസ്ഥാന പഠന ക്യാമ്പ് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. മജീദിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നടന്ന മുഴുവൻ NFPE സംസ്ഥാന സമ്മേളനങ്ങളോടും അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ചരിത്ര എക്സിബിഷനുകളും മജീദിൻ്റെ നേതൃത്വത്തിലായിരുന്നു. മജീദിൻ്റെ വിയോഗം ഒരു വാഹനാപകടത്തിൽ മജീദ് നഷ്ടപ്പെട്ടു എന്ന വിവരം എന്നെ സദ്യയാണ് അറിയിക്കുന്നത്. ആ വിയോഗം എനിക്ക് ദീർഘകാലത്തേക്കുള്ള ഒരാഘാതം ആയിരുന്നു. സത്യത്തിൽ കോഴിക്കോട്ടെ സമരമുഖങ്ങളിലും പല സാംസ്കാരിക മണ്ഡലങ്ങളിലും നിറ സാന്നിധ്യമായിരുന്നു സഖാവ് മജീദ്. മജീദിന്റെ മാതൃകാപരമായ പ്രവർത്തന രീതിയും സമരസന്നദ്ധതയും നേതൃപാഠവും എക്കാലവും ഭൂജന തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് ഊർജം പകരുമെന്നതിൽ സംശയമില്ല. CPIM-ന്റെ 20ാം പാർട്ടി കോൺഗ്രസ് 2012 കോഴിക്കോട്ട് വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ ചരിത്ര പ്രദർശനം ഒരുക്കാൻ ഏൽപ്പിച്ചത് മജീദിനെയായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലായിരുന്നു മരണം മജീദിനെ തേടിയെത്തിയത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു ആഗോള തൊഴിലാളി സമ്മേളനത്തിലേക്ക് പേര് നിർദ്ദേശിക്കപ്പെട്ട മജീദ് അതിന് കാത്തു നിൽക്കാതെ നമ്മളോട് വിട പറയുകയാണ് ഉണ്ടായത്. അടിയുറച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ, പോരാളിയായ തൊഴിലാളി വർഗത്തിൻ്റെ പ്രവർത്തകൻ, സാംസ്കാരിക രംഗത്തെ മുന്നണി പടയാളി, ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹോദരൻ, എല്ലാ നിലകളിലും പ്രിയപ്പെട്ട മജീദ് ഇനിയും
ഒപ്പം പ്രവർത്തിച്ചവർക്കൊക്കെ ഇടയിൽ നിരന്തര സാന്നിധ്യമായി വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടും. നന്ദി. ആത്മരോഷമിരമ്പു മലയാഴിതൻ അഗാധതയിൽ ഒരു നീർക്കണമായുറങ്ങുക നീ അശാന്തമായി. ആത്മരോഷമിരമ്പു മലയാഴിതൻ അഗാധതയിൽ ഒരു നീർക്കണമായുറങ്ങുക നീ അശാന്തമായി.